ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. ആ ചക്ക കൊണ്ട് ഉച്ചക്കത്തേക്ക് ചോറിനുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ചക്ക കൊത്തി കഷ്ണങ്ങളാക്കി ഇതുപോലെയാണ് ഞാൻ ചക്ക കൊത്തിയെടുക്കുന്നത്. ഇതുപോലെയുള്ള ചെറിയ പീസാക്കി ഇനി ഇതിൻ്റെ കറയൊന്ന് ഒരു പേപ്പർ വെച്ചെടുത്ത് കളയാം. ഈ കറക്ക് നമ്മളെ ഇവിടെയെല്ലാം പറയുന്നത് വെളിഞ്ഞീറ് എന്നാണ്. ഇനി ഒരു പേപ്പർ വെച്ച് ഇതെല്ലാം ഒപ്പിയെടുത്ത് പിന്നെ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് ഇതിൽ നിന്ന് ചുളയെല്ലാം എടുത്ത് വൃത്തിയാക്കി എടുക്കാം. ചക്ക മുഴുവൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി മുറിച്ച് അതിൽ കുറച്ച് കുരുവൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചക്ക മുഴുവനായിട്ട് എടുക്കുന്നില്ല, കുറച്ച് ഭാഗം ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതുപോലെ പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കണ്ട. ഇനി ബാക്കിയുള്ളത് അതിലേക്ക് കുറച്ച് കുരുവൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്, ഇതുപോലെ മുറിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ചക്ക കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ച് 3 വിസിൽ വരുമ്പം ഓഫ് ചെയ്താൽ പാകത്തിന് വെന്തിട്ടുണ്ടാവും. നല്ല വേവുള്ള ചക്കയാണെങ്കിലും 3-4 വിസിൽ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ വെന്ത് കിട്ടും. കുക്കർ തണുത്ത ശേഷം തുറന്നു, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കയ്യിലുകൊണ്ട് നല്ലപോലെ ഇളക്കി ഒന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് അരപ്പൊന്നും ചേർക്കുന്നില്ല. ചെറിയ തേങ്ങ, കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഒന്ന് നല്ലപോലെ കൈ കൊണ്ട് തിരുമ്പി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അരക്കേണ്ട ആവശ്യമില്ല. ഒരു പിടി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇളക്കി യോജിപ്പിച്ച് വാങ്ങി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് കടുക്, ഉഴുന്നരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടൊന്ന് മൂത്ത് വരുമ്പം 2 പിടി തേങ്ങ ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. തേങ്ങ നല്ലപോലെ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സാധനം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര എരിവ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. കുരുമുളക് പൊടിയും നല്ല ജീരകവും തേങ്ങയൊക്കെ മൂത്ത് നല്ലൊരു മണം. ഇനി ഇത് കറിയിലേക്കിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച ശേഷം തുറന്നെടുക്കുക. നല്ല മണം വരുന്നുണ്ട്. കറി നല്ല രുചിയുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാത്തിൻ്റെ കൂടെയും, ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, ദോശ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.